ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ഡേ 14 ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മുടിയിൽ കഞ്ഞിവെള്ളമാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളം വെച്ച് കഴുകാറുണ്ട്. പിന്നെ മുടിയിൽ സ്പ്രേ ചെയ്തും കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ നറിഷ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ സ്കാൽപ്പിൽ പ്രോബ്ലംസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് താരൻ കുറയ്ക്കാൻ, മുടിക്കൊഴിച്ചിൽ കുറയ്ക്കാൻ, മെയിനായിട്ട് ഇത് ഫ്രിസിനെസ്, സ്പ്ലിറ്റൻസ് ഒക്കെ കുറയ്ക്കാൻ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഞാൻ ആദ്യത്തെ ഒരു വർഷം മുൻപ് തന്നെ കഞ്ഞിവെള്ളത്തിനെ പറ്റിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് എൻ്റെ ഒരു ചാനലിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മുടിയിൽ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും മുടിയുടെ വേരൊക്കെ വിടർത്തിയിട്ട്, കെട്ടൊക്കെ വിടർത്തിയിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. രാത്രിയിൽ മാത്രമാണ് നിങ്ങൾ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഇങ്ങനെ വേറെ ഭാഗം പിടർത്തുക കേട്ടോ. നന്നായി കുലുക്കുക. ഇങ്ങനെ മുടി ഇഴകൾ ഇങ്ങനെ വലിക്കരുത് കേട്ടോ. അപ്പോൾ നടുവിൽ നിന്ന് പൊട്ടി വരാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞിട്ട്, അതായത് രണ്ടാമത്തെ കുട്ടിയുടെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് നല്ല മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് സ്കാൽപ്പിൽ ഒരുപാടൊന്നും ഗ്യാപ്സ് നിറയുള്ളതും മുടി കുറവായിട്ട് വരുന്നത് കേട്ടോ. മെയിനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണിൽ ആവാണ്ടിരിക്കാനാണ്. കണ്ണിൻ്റെ അടുത്തൊന്നും കഞ്ഞിവെള്ളം വരാതെ സൂക്ഷിക്കണം. ഞാൻ മുടിയിൽ മാത്രം ഇങ്ങനെ തലയൊട്ടിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതോടുകൂടി നിങ്ങൾക്ക് എന്താവുമെന്ന് വെച്ചാൽ, അതായത് ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. ഉണങ്ങുമ്പോൾ തന്നെ നോർമലാവും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം നന്നായി ഒരു മൈൽഡ് ഷാമ്പു ഇട്ടിട്ട് കഴുകി കളയാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പ് മസാജ് ഏത് വിധത്തിലും ചെയ്താലും മുടി വളരും.
പക്ഷെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നഖമൊന്നും അത് തലയൊട്ടിയിലൊന്നും സ്ക്രാച്ചസ് ഉണ്ടാക്കാണ്ട് ബോയിൽസ് അങ്ങനെ ഒന്നും കീറൽ ഇല്ലാതെ ആണ് നിങ്ങൾ നോക്കേണ്ടത് സ്കാൽപ്പിൻ്റെ ചർമ്മത്തിൽ. ഓക്കെ, ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് നോർമലായിട്ട് നമുക്ക് നമ്മളുടെ തലയോട്ടിയുടെ മേലെ വരുന്ന ഇൻഫെക്ഷൻസ്, തലയോട്ടിയുടെ ഒരു ചർമ്മമൊക്കെ ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ മസാജ് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബൺ ചെയ്തിട്ട് ഇടാവുന്നതാണ്. ഓക്കെ, ഞാൻ ലൈറ്റായിട്ട് ചീന്തിട്ട് ബൺ ചെയ്ത് കെട്ടി കാണിക്കുന്നതാണ്. ഇങ്ങനെ ജസ്റ്റ് ഒരേ സൈഡിൽ നിന്ന് ഇങ്ങനെ ചീന്തി വരേണ്ടതാണ്. ഇങ്ങനെ ജസ്റ്റ് ബണ്ണ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ട് മുടി സംരക്ഷണം കൊണ്ടുപോകാവുന്നതാണ്. ഈ ഒരു റെമഡി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഈ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ ഈ ഒരു വീഡിയോസ് ആവുന്നത്ര ഷെയർ ചെയ്ത് കൊടുക്കുന്നതും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ചാനൽ ഗ്രോ ആവാനും സഹായിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.